ഇത്തവണത്തെ നമ്മുടെ യാത്ര തെങ്കാശിയിലേക്കാണ്. തെങ്കാശിയിൽ സുന്ദരപാണ്ഡിപുരം എന്നൊരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലേക്കാണ് നമ്മളുടെ യാത്ര. നമ്മളിപ്പോൾ പുനലൂർ കഴിഞ്ഞ് ദേശീയപാത 744 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുവിധം നല്ല മഴയുള്ള ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്ക് അല്പം മിഴിവ് കുറവാണെങ്കിലും ആ രീതിയിലുള്ള കാഴ്ചകളാണ്. സഹ്യപർവ്വതത്തിൻ്റെ കാഴ്ചകളും ഇവിടെയുള്ള റബ്ബർ എസ്റ്റേറ്റുകളുടെ കാഴ്ചകളും അതുപോലെ തന്നെ ദേശീയപാത 744 കാഴ്ചകളും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാവണം ഈ വഴിക്കുള്ള ലോറികളുടെ എണ്ണം വളരെ കൂടുതലാണെന്ന്. ഏതൊക്കെയോ റബ്ബർ എസ്റ്റേറ്റുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ ഈ ദേശീയപാത 744 നേരത്തെ കൊല്ലം ചെങ്കോട്ട റോഡ് എന്ന പേരിൽ വളരെ പ്രസിദ്ധമായിരുന്ന റോഡാണ്. 744 എന്ന പേരിൽ ഇത് തുടങ്ങുന്നത് കൊല്ലത്ത് ദേശീയപാത 566 നിന്നാണ്. കൊല്ലത്തു നിന്നും മധുരയിലുള്ള തിരുമംഗലം എന്ന സ്ഥലത്തേക്കാണ് അവിടെ ദേശീയപാത 44 ചേരുകയാണ് ഈ ഒരു പാത. അപ്പോൾ ഇവിടുത്തെ പ്രധാന കാഴ്ച എന്ന് പറയുന്നത് തന്നെ തെന്മല ഡാമുണ്ട്. അതുപോലെ അല്പം മാറി കുളത്തപ്പുഴ. നമ്മളീ പോകുന്ന വഴിക്ക് തന്നെയാണ് 13 കണ്ണറപ്പാലം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ റെയിൽവേ പാലമുള്ളത്. അതേപോലെ തന്നെ ചെങ്കോട്ട നമ്മൾ അങ്ങ് ഇറങ്ങി തിരിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും കാണുന്ന ഒരു 2 നല്ല രീതിയിലുള്ള എയർപിൻ വളവുകൾ. അതൊക്കെ ഈ റൂട്ടിലെ ഒരു പ്രത്യേക കാഴ്ചകളാണ്. ഏതായാലും നമ്മളിപ്പോൾ തെന്മലയോട് അടുത്തിരിക്കുന്നു. വലത് സൈഡിൽ അധികം തേക്കൻ കൂപ്പാണ്. അവിടെ നിന്ന് ഉറുകുന്ന എന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ യാത്ര ചെയ്യുന്ന വലിയ വാഹനങ്ങൾ അധികവും ഭക്ഷണം കഴിക്കാൻ നിർത്തുന്ന ഒരു ഇടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാസ് ചെയ്യുന്ന വഴിക്ക് തന്നെ അനേകം ലോറികൾ ഈ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ഇവയിൽ എല്ലാം തന്നെ തെങ്കാശി സൈഡിൽ നിന്നും സിമൻറ്റ് കയറ്റി വരുന്ന ലോറികളായിരിക്കും. അതല്ലാതെ വേറെ ചരക്കുകളായിട്ട് വരുന്ന ലോറികളും ധാരാളമായിട്ടുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഇതാ ഒരു കനാൽ. ഈ കനാൽ ശരിക്കും തെന്മല ഡാമിൽ നിന്നുള്ള വെള്ളമായിരിക്കും, കല്ലടയാറ്റിൽ നിന്നുള്ള ആ ഒരു വെള്ളമായിരിക്കും കനാലിലൂടെ ഒഴുകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കല്ലട ഒരു ജലസേചന പദ്ധതി, അത് കൃഷിക്ക് കൂടെ ഉദ്ദേശിച്ചുള്ളതാണ്. അങ്ങനെ നമ്മൾ തെന്മലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെന്മലയിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ചകളാണ് ചെറിയൊരു പാർക്ക്. അതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കടന്ന് ചെല്ലുമ്പോഴത്തേക്കും നേരെ മുമ്പിലായിട്ട് കാണുന്നത് കല്ലടയാറിൻ്റെലേക്കുള്ള ആ ഗേറ്റാണ്. പക്ഷേ ആ ഗേറ്റ് ചെന്നപ്പോഴത്തേക്കും ഒരു KSEBയിലെ ജീവനക്കാരൻ വന്ന് പറഞ്ഞു, ഇവിടെ ഒരു മരം വീണ് കിടക്കുകയാണ്. അപ്പോൾ ആ മരം മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിൽ വണ്ടി പോകുന്നില്ല. ഞങ്ങൾ നേരെ അവിടുന്ന് തിരിഞ്ഞ് തൊട്ട് താഴെയുള്ള റൈറ്റ് സൈഡ് റോഡിൽ കൂടെ യാത്ര തുടരുകയാണ്. ഇത് ഇനിയിപ്പോൾ എവിടെയാണ് ചെന്ന് കയറുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏതായാലും ഈ വഴിക്കുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ്. ഇന്ന് പ്രത്യേകിച്ച് മഴ ദിവസം ആയതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലെ ദൃശ്യങ്ങൾക്ക് ചെറിയൊരു ഭംഗി കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും നമ്മുടെ ബസ് വീണ്ടും മെയിൻ റോഡിലേക്ക് തന്നെ കയറിയിരിക്കുകയാണ്. വലതുവശത്ത് നല്ല രീതിയിലുള്ള വനപ്രദേശങ്ങളുടെ കാഴ്ചകളാണ്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു റെയിൽവേ പാലം, അതിൻ്റെ തൊട്ട് മുകളിൽ കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈനാണ്.
നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു റെയിൽവേ ബ്രിഡ്ജ്, വലിയ രീതിയിലുള്ള ഒരു റെയിൽവേ ബ്രിഡ്ജിനെയാണ്. അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. 13 റിംഗ് റോഡ്, റിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു 13 കണ്ണറ പാലം എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ആ ഒരു പാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പ്രത്യേകിച്ചും കണ്ണു നട്ടിരിക്കുന്നത്. ചെറിയൊരു ഘാട്ട് റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം വീതി കുറവാണ് ഈ സ്ഥലത്ത്. ചിലപ്പോൾ 2 വണ്ടികൾ ഒരുമിച്ച്, 2 വലിയ വാഹനങ്ങൾ ഒരുമിച്ച് കടന്നു പോകുന്നതിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഏതായാലും ഈ 13 കണ്ണറ പാലത്തിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ അതേപോലെ തന്നെ അതാണോ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോവും. വേറൊരു ബ്രിഡ്ജും കൂടെ ഉണ്ട്, വേറൊരു റെയിൽവേ ബ്രിഡ്ജും കൂടെ ഉണ്ട്. ഇതിലൂടെ കുറച്ചുകൂടെ ഏകദേശം ഒരു 1/4 കിലോമീറ്റർ, 1 കിലോമീറ്റർ താഴെ പോകുമ്പോഴാണ് ഈ 13 കണ്ണറ പാലം എന്ന് വരുന്ന ആ ഒരു വലിയ പാലത്തിൻ്റെ, റെയിൽവേ ബ്രിഡ്ജിൻ്റെ കാഴ്ചകൾ വരുന്നത്. ഏതായാലും ഈ 744 ഹൈവേ ആണ് നമ്മൾ ഈ പോകുന്നത്. അതിൽ പ്രത്യേകിച്ച് ചരിത്രപരമായിട്ട് തന്നെ ഉള്ളൊരു റോഡ് തന്നെയാണിത്. അത് പ്രത്യേകിച്ച് കശുവണ്ടി, അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെയുള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഈ കൊല്ലം ജില്ലയിൽ നിന്നും തമിഴ്നാട്ടിലെ മധുരയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് ഇത്. നമ്മളങ്ങനെ 13 കണ്ണറ പാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് 13 കണ്ണറ പാലം. കൃത്യമായിട്ടും ഉള്ള ഈ ആർച്ചുകളാണ് ഒരു പക്ഷേ ഈ 13 റിങ്സ് എന്നറിയപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള നിർമ്മിതിയാണ്, വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു നിർമ്മിതിയാണ്. ഈ ഇടയ്ക്ക് അതൊന്ന് പുതുക്കി പണിതിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ചില റെനോവേഷൻ വർക്കുകൾ അതിൽ ചെയ്തിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും റെയിൽവേ ലൈനിൻ്റെ വീതി കൂട്ടിയപ്പോൾ, നേരത്തെ ഇവിടെ മീറ്റർ ഗേജായിരുന്നു, ബ്രോഡ് ഗേജ് ആയപ്പോഴത്തേക്കും പാലത്തിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതേപോലെ വൈദ്യുതീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ റെയിൽവേ ലൈൻ. ആ പാലത്തിൻ്റെ കാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഒരു 2-3 പാലം കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടവാസലിലേക്ക് അടുക്കുകയാണ് നമ്മുടെ യാത്ര. കോട്ടവാസൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഈ റൂട്ടിലുള്ള അതിർത്തി പ്രദേശങ്ങളാണ്. അപ്പോൾ ആ കാഴ്ചകളെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ.